നമസ്കാരം, KCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ AC ഷോബി. പ്രധാന വാർത്തകൾ. അഴിമതി ആരോപണത്തിൽ ജലഗതാഗത വകുപ്പും ബോട്ട് എഞ്ചിൻ ലേലത്തിലെ അഴിമതി അന്വേഷിക്കാൻ ഫിനാൻസ് വിഭാഗത്തെ ചുമതലപ്പെടുത്തി ജില്ലാ വികസന യോഗത്തിൽ തീരുമാനം. ആധാരം തിരികെ നൽകിയില്ല. MLAയുടെ നേതൃത്വത്തിൽ കുടുംബശ്രീ പ്രവർത്തകരുടെ കുത്തിയിരിപ്പ് സമരം. UDF ജില്ലാ ചെയർമാൻ M. മുരളിയുടെ പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധവുമായി കേരള NGO യൂണിയൻ. വാർത്തകൾ വിശദമായി. ജലഗതാഗത വകുപ്പിന്റെ യാത്രാ ബോട്ടുകളുടെ എഞ്ചിനുകൾ ലേലം ചെയ്തതുമായി ബന്ധപ്പെട്ട് അഴിമതി ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ ലേല നടപടികളിലെ അഴിമതിയെക്കുറിച്ച് പഠിക്കുവാൻ ഫിനാൻസ് വിഭാഗത്തെ ചുമതലപ്പെടുത്തി. ആലപ്പുഴ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന ജില്ലാ വികസന സമിതി യോഗത്തിലാണ് തീരുമാനം ഉണ്ടായത്. കുട്ടനാട്ടിലേക്ക് സർവീസ് നടത്തുന്നതിനായി ജലഗതാഗത വകുപ്പ് വാങ്ങിയ 13 ഫൈബർ ബോട്ടുകളുടെ എഞ്ചിനുകൾ വിറ്റതിൽ അഴിമതി നടന്ന പശ്ചാത്തലത്തിലാണ് അന്വേഷണം. 5 ലക്ഷം രൂപ വിലയുള്ള എഞ്ചിനുകൾ 1.5 ലക്ഷം രൂപയ്ക്കാണ് ലേലം ചെയ്തത്. ഇപ്പോൾ ഈ ബോട്ടുകൾ ഉപയോഗശൂന്യമായ നിലയിൽ ആലപ്പുഴ ഡോക്കിൽ കിടക്കുകയാണ്. ആരോപണത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനും യോഗം ആവശ്യപ്പെട്ടു. കുട്ടനാട് പാക്കേജുമായി ബന്ധപ്പെട്ട് ഗോസമൃദ്ധി പദ്ധതിയുടെ ഗുണഭോക്താക്കളെ കണ്ടെത്തിയത് ഗ്രാമസഭകൾ കൂടിയല്ലെന്ന ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ ഇനിയുള്ള നടപടികൾ പരിശോധിച്ചാവാം എന്നും യോഗം നിർദ്ദേശം നൽകി. ആലപ്പുഴ ജില്ലാ കളക്ടർ N. പത്മകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ MLAമാരായ P. തിലോത്തമൻ, A. മാരിഫ്, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ, വകുപ്പുതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. വായ്പകൾ സർക്കാർ എഴുതിത്തള്ളിയിട്ടും ഈടുവെച്ച ആധാരം തിരികെ നൽകാത്ത ബാങ്ക് നടപടിക്കെതിരെ ഡോക്ടർ തോമസ് ഐസക് MLAയുടെ നേതൃത്വത്തിൽ കുടുംബശ്രീ പ്രവർത്തകർ കുത്തിയിരിപ്പ് സമരം നടത്തി. ഫെഡറൽ ബാങ്ക് മാരാരിക്കുളം ശാഖയ്ക്ക് മുന്നിലാണ് കുത്തിയിരിപ്പ് സമരം നടന്നത്. ഒടുവിൽ ഒക്ടോബർ 2-നകം ആധാരം തിരികെ നൽകാമെന്ന ബാങ്ക് അധികൃതർ ഉറപ്പു നൽകി. കുടുംബശ്രീ വഴിയില്ല ഭവനശ്രീ പദ്ധതി പ്രകാരം വായ്പ നൽകുന്നതിനായി ഈടുവെച്ച ആധാരം തിരികെ നൽകാത്തതിനെതിരെയാണ് MLAയുടെ നേതൃത്വത്തിൽ ബാങ്കിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. രാവിലെ 8:30 ആരംഭിച്ച സമരം മണിക്കൂറുകളോളം നീണ്ടു. ബ്ലോക്ക് പ്രസിഡന്റുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഒക്ടോബർ 2-ന് മുന്നേ ഭവനശ്രീയുടെ ആധാരങ്ങൾ ഫെഡറൽ ബാങ്കിലുള്ളത് തിരിച്ചു നൽകും എന്ന് ഉറപ്പ് നൽകിയിരിക്കുന്നു. ഏതെങ്കിലും കാരണവശാൽ ഈ വാക്ക് പാലിക്കപ്പെടുന്നില്ലെങ്കിൽ അന്ന് മുതൽ ഈ ബ്രാഞ്ച് പ്രവർത്തിക്കില്ല എന്ന് നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. രണ്ടാമതായിട്ട് കുടുംബശ്രീക്ക് വായ്പ പുനരാരംഭിക്കും. നിങ്ങൾ അപേക്ഷ നൽകൂ, കുടുംബശ്രീക്ക് ഇവിടുന്ന് വായ്പ കൊടുത്തിരിക്കും. അതുകൊണ്ട് വേറെ ബാങ്കുകളിലേക്ക് അപേക്ഷയുമായിട്ട് പോകേണ്ട പ്രശ്നമില്ല. ഇവിടെ അക്കൗണ്ടുള്ളവര് ഇവിടെ തന്നെ തുടരുക. അവർക്ക് ഏത് കുടുംബശ്രീ യൂണിറ്റും വായ്പയ്ക്ക് അപേക്ഷിച്ചാൽ ഫെഡറൽ ബാങ്കിൽ നിന്ന് വായ്പ കിട്ടും. മൂന്നാമത്തെ കാര്യം, പലിശ കുറക്കണം എന്നുള്ള ഡിമാൻഡായിരുന്നു. അതേതായാലും ഇവിടുത്തെ ബാങ്ക് മാത്രമായിട്ട് തീരുമാനിക്കാൻ പറ്റുന്നതല്ല. ഏതായാലും ഇവിടുത്തെ ജില്ലാ ബാങ്ക് അധികൃതർക്ക്, ലീഡ് ബാങ്കിന് നമ്മൾ മെമ്മോണ്ടം കൊടുക്കാൻ പോയ UDF ആലപ്പുഴ ജില്ലാ ചെയർമാൻ M. മുരളിയുടെ പ്രസ്താവനയ്ക്കെതിരെ കുട്ടനാട് താലൂക്കിലെ റവന്യൂ ജീവനക്കാർ കേരള NGO യൂണിയന്റെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. കുട്ടനാട് താലൂക്കിലെ സൌജന്യ റേഷൻ വിതരണം ജീവനക്കാർ അട്ടിമറിച്ചെന്ന പ്രസ്താവനയ്ക്കെതിരെയാണ് ജീവനക്കാർ പ്രതിഷേധ മാർച്ച് നടത്തിയത്. ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും ആദ്യം സൌജന്യ റേഷൻ ലിസ്റ്റ് സപ്ലൈ ഓഫീസിൽ നൽകിയത് കുട്ടനാടാണ്. ഇപ്പോൾ UDF ജില്ലാ ചെയർമാന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന പ്രതികരണം കേവലം രാഷ്ട്രീയ പ്രേരിതമാണെന്നും FSCTO ആലപ്പുഴ ജില്ലാ സെക്രട്ടറി V. ശശി പ്രതിഷേധ പ്രകടനത്തെ തുടർന്ന് നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. ജീവനക്കാരുടെ സംഘടനയായ NGO യൂണിയനും അതിന്റെ പ്രവർത്തകർക്കുമെതിരെ ഇത്തരം വ്യാജ പ്രസ്താവന കൊണ്ടുവരിക, അവരെ സ്ഥലം മാറ്റുക, അങ്ങനെ കേരളത്തിൽ അരാജകത്വം സൃഷ്ടിക്കുക. അല്ലെ? ജീവനക്കാർ ഏത് മൗലിക പ്രശ്നം ഇവർക്ക് അഭിപ്രായമുള്ളത്? ഇപ്പൊ ഒരു നോട്ടീസ് അടിച്ചുകൊണ്ട് പിന്നെ ഫണ്ട് പിരിക്കുന്നുണ്ടല്ലോ, ആ നോട്ടീസുകൾ വായിച്ചു നോക്ക്.
എത്ര രൂപ പിടിക്കുന്നത്? 1000 രൂപ, 2000 രൂപ അല്ലെ? 2000 രൂപ, 3000 രൂപയ്ക്ക് പിടിക്കുക. എൻജിഒ അസോസിയേഷൻ എന്ന് പറയുന്ന ജീവനക്കാരുടെ അടിസ്ഥാനപരമായ താല്പര്യങ്ങൾ നിരാകരിക്കാൻ നിൽക്കുന്ന ഗവൺമെന്റിന്റെ ഭാഗമായി നിൽക്കുന്ന അസോസിയേഷൻകാര് ആ ജീവനക്കാരിൽ നിന്ന് 2000 3000 രൂപ പിരിക്കുക, ബലമായി പിരിക്കുക. അവരുടെ ജില്ലാ സമ്മേളനം ഇവിടെ ചേർന്ന് എന്ത് ജില്ലാ സമ്മേളനം? എന്ത് ജനാധിപത്യ വ്യവസ്ഥ പ്രവൃത്തി സംഘടനയാണ് ജില്ലാ സമ്മേളനം നടത്താൻ വേണ്ടി? കഴിഞ്ഞ സമ്മേളന സമ്മേളനം കണ്ടല്ലോ അവരുടെ ഇവിടുത്തെ ഏരിയ സമ്മേളനം. ഇവിടുത്തെ ഒരു വലിയ പ്രമാണിയുടെ ഹൗസ് ബോട്ട് പിടിച്ച് അതിനകത്ത് മദ്യമൊക്കെ ആയിട്ട് അവർ സമ്മേളനം നടത്തി. അതുപോലെ ഒരു സമ്മേളനം നടത്താൻ വേണ്ടി ഇവിടുത്തെ ജീവനക്കാരന്റെ 10% ശമ്പളം പങ്കാളിത്ത അപേക്ഷയ്ക്ക് വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന ഉദയ സർവീസ് വന്ന ജീവനക്കാരനെ വിരട്ടി മേടിക്കാൻ 2000 രൂപ 3000 രൂപയൊക്കെ. ഈ വിഷയത്തിൽ വസ്തുതകൾ വ്യക്തമാക്കി പത്രക്കുറിപ്പ് ഇറക്കണമെന്നും തഹസിൽദാരോട് എൻജിഒ യൂണിയൻ നേതാക്കൾ ആവശ്യപ്പെട്ടു. TR റോയി, എസ് ഉഷാകുമാരി, ബൈജു പ്രസാദ്, ബി മനോജ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. എഴുത്തും പുസ്തക പ്രസാധനവും കച്ചവടവൽക്കരിക്കപ്പെട്ടതാണ് ഈ രംഗത്ത് മൂല്യങ്ങൾ നഷ്ടപ്പെടാൻ കാരണമായതെന്ന് കുട്ടനാട് പൈതൃക കേന്ദ്രം പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനിൽ ബോസ്. ശില്പകലയിൽ ശ്രദ്ധേയമായ പടവുകൾ താണ്ടുന്ന വേഴപ്ര സ്വദേശി ബിജോയ് ശങ്കറിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ചിത്രങ്ങളടങ്ങുന്ന ബുക്കിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബിജോയ് ശങ്കറിനെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അംഗീകാരം നേടിക്കൊടുക്കുന്നതിനായി പ്രവർത്തിക്കുമെന്നും അനിൽ ബോസ് പറഞ്ഞു. ഇന്നത്തെ പ്രശ്നം പുസ്തകമില്ലാത്തതോ പുസ്തകം വായിക്കാനാളില്ലാത്തതോ അല്ല. ഇന്ന് ഇന്ത്യയും ലോകവും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഒരു പുസ്തകം നിർമ്മിക്കുന്നയാൾ അതിന്റെ അകത്ത് ഏതെങ്കിലും ഒരു വിവാദം സൃഷ്ടിച്ച് അത് വിൽപ്പന ചരക്കാക്കി മാറ്റി അതിൽ നിന്ന് സാമ്പത്തിക ലാഭം കൊയ്യാൻ ശ്രമിക്കുമ്പോഴാണ് പുസ്തകത്തോടും പുസ്തക പ്രസാധനത്തോടും ഒക്കെ ആളുകൾക്ക് വിമിഷ്ടം ഉണ്ടാകുന്നത്. 100% എന്ന് പറയാൻ പറ്റും. അപ്പം അത് ഒരു ഉദാഹരണം. ഇപ്പോൾ പണ്ട് CPM-ന്റെ MP ആയിരുന്നു അബ്ദുള്ള കുട്ടി. ഇപ്പോൾ കോൺഗ്രസിന്റെ MLA. രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ വേണ്ടിയല്ല പറയുന്നത്. അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ട് ആദ്യത്തെ കോപ്പി അടിക്കും മുമ്പ് കേരളത്തിലെ മുഴുവൻ ചാനലുകളും ചർച്ച ചെയ്യുകയാണ്. എന്താ കാര്യം? അതിലൊരു പേജിൽ വിവാദപരമായ ചില പരാമർശങ്ങൾ ഉൾപ്പെടുത്തിയതിനു ശേഷം അത് ചാനലിൽ വിളിച്ചു കൊടുക്കുകയാണ്. അപ്പൊ പുസ്തകം ഇറങ്ങിയെന്നുള്ളത് നാട്ടുകാരറിഞ്ഞത്. എത്ര പേര് വായിക്കുന്നു? വിമർശിക്കാൻ വേണ്ടി ന്യൂസ് അവർ ചർച്ച ചെയ്യുകയാണ് പുസ്തകത്തെ കുറിച്ച്. ന്യൂസ് അവർ ചർച്ച ചെയ്യുമ്പോൾ എഴുതിയ ആളെ പ്രിന്റ് ചെയ്ത ആളല്ലാതെ ഈ സാധനം പുറത്ത് കണ്ടിട്ടില്ല. അതിനുള്ള കേരളത്തിലെ ന്യൂസ് അവർ വലിയ ചർച്ച നടക്കുക. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതിൽ ഒരു കടന്നു വരുന്ന കച്ചവടവൽക്കരണം പുസ്തക പ്രസാധന രംഗത്ത്, എഴുത്ത് രംഗത്ത്, സാഹിത്യ രംഗത്ത് ഒക്കെ കടന്നു വരുന്ന കച്ചവടവൽക്കരണമാണ് ഈ സാഹിത്യ സാംസ്കാരിക എഴുത്ത് മേഖലകൾ നേരിടുന്ന ഏറ്റവും വലിയ കാതലായ പ്രശ്നം. നന്മ പ്രസിഡന്റ് സിബി മൂലകുന്ദം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രമോദ് ചന്ദ്രൻ മുഖ്യ പ്രഭാഷണം നടത്തി. പുസ്തകം നന്മ സെക്രട്ടറി AK ഷംസുദ്ദീൻ ഏറ്റുവാങ്ങി. യോഗത്തിൽ അനിൽകുമാർ, ജയശങ്കർ, ലാലിച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു. ആലപ്പുഴ കയർ മെഷീൻ ഫാക്ടറിയിൽ നിന്നുള്ള ആദ്യ യന്ത്രം 2 മാസങ്ങൾക്കുള്ളിൽ പുറത്തിറങ്ങും. ഉദ്ഘാടനം കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടെങ്കിലും പദ്ധതി ഒച്ചിഴയും വേഗത്തിൽ നീങ്ങിയതാണ് കാലതാമസം ഉണ്ടാകുവാൻ കാരണമായത്. കേരളത്തിൽ തന്നെ ആദ്യമായി നിർമ്മിക്കുന്ന തൊണ്ടുതല്ലൽ യന്ത്ര നിർമ്മാണ ഫാക്ടറിയാണിത്. യന്ത്രത്തിന്റെ നിർമ്മാണം ആരംഭിച്ചപ്പോൾ തന്നെ വിവിധ കയർ സഹകരണ സംഘങ്ങളിൽ നിന്നും ഓർഡർ ലഭിച്ചു തുടങ്ങി. ഇലക്ട്രോണിക് കയർപിരി യന്ത്രമാണ് അടുത്ത ഘട്ടത്തിൽ നിർമ്മിക്കുന്നത്. SDV സ്കൂളിന് സമീപമുള്ള ഫാക്ടറിയിൽ വൈദ്യുതി കണക്ഷൻ ലഭിക്കുന്നതിന് കാലതാമസമുണ്ടായതാണ് മെഷീൻ നിർമ്മാണം വൈകുവാൻ കാരണമായത്. അടുത്ത ദിവസം തന്നെ വൈദ്യുതി കണക്ഷൻ ലഭിക്കുമെന്നാണ് അധികാരികളുടെ ഭാഗത്തു നിന്നുള്ള മറുപടി. കയർ മേഖലയിൽ ആവശ്യമായ റാട്ട് ഉൾപ്പെടെയുള്ള യന്ത്രങ്ങൾ നിർമ്മിക്കാൻ കേരളത്തിൽ ആദ്യമായി സ്ഥാപിച്ച ഫാക്ടറി കൂടിയാണിത്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ വഴി മുമ്പ് കയർ മേഖലയിൽ വിതരണം ചെയ്തിരുന്ന യന്ത്രങ്ങൾ ചണം ഉൽപ്പന്നങ്ങളുടെ ചെറിയ വകഭേദമായിരുന്നു. കയർ മേഖലയ്ക്ക് മാത്രമായി ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് യന്ത്രം നിർമ്മിക്കുവാൻ സർക്കാർ തയ്യാറാവുന്നത്. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്താണ് കയർ മെഷീൻ ഫാക്ടറിക്ക് ആലപ്പുഴയിൽ തുടക്കമിട്ടത്. ആലപ്പുഴ SDV സെൻട്രൽ സ്കൂളിന് സമീപമാണ് ഫാക്ടറിയെങ്കിലും കല്ലുപാലത്തിന് സമീപമാണ് ഓഫീസ് പ്രവർത്തിക്കുക. കയർഫെഡിന്റെ ഉടമസ്ഥതയിലുള്ള 90 സെന്റ് സ്ഥലമാണ് ഓഫീസിനായി കൈമാറിയിരിക്കുന്നത്. KCV ന്യൂസ്, ആലപ്പുഴ. മഠം മഹാലക്ഷ്മി ക്ഷേത്രഭൂമി അനധികൃതമായി കയ്യേറുന്നതിനെതിരെ വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിക്കുന്നു. ഞായറാഴ്ച വൈകിട്ട് 4 നടക്കുന്ന യോഗം വിശ്വഹിന്ദു പരിഷത്ത് ശബരിഗിരി വിഭാഗ് സംഘടനാ സെക്രട്ടറി K ജയകുമാർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി.
സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീട് ഉണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കും അല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ, പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറി ആണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ. ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്. സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. വാർത്തകൾ തുടരുന്നു. നെടുമുടി ഗ്രാമപഞ്ചായത്തിലെ പൊങ്ങ RO പ്ലാന്റിന്റെ ഉദ്ഘാടനം നടന്നു. വെള്ളിയാഴ്ച വൈകിട്ട് പമ്പ് ഹൌസിന് സമീപം നടന്ന ചടങ്ങ് ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മോൻസി സോണി ഉദ്ഘാടനം ചെയ്തു. കുട്ടനാട് പാക്കേജിൽ ഉൾപ്പെടുത്തി നെടുമുടി പഞ്ചായത്തിലെ 4ാം വാർഡിന് അനുവദിച്ച RO പ്ലാന്റിന്റെ പ്രവർത്തന ഉദ്ഘാടനമാണ് നടന്നത്. KP അനിയൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം മുഖ്യ പ്രഭാഷണം നടത്തി. തുടർന്ന് ജമീല മോഹൻദാസ്, മായാദേവി, യശോദ സുകുമാരൻ, MK ചാക്കോ, അമ്മിണി ചാക്കോ, ES ശശികുമാർ, ജോസ് ടി പുന്നിച്ചിറ, സുരേഷ് പരിയാത്ത്, KP ചാക്കോ തുടങ്ങിയവർ സംസാരിച്ചു. മണിക്കൂർ ഏതാണ്ട് 500 ലിറ്ററോളം ശുദ്ധീകരിക്കുവാനായിട്ടുള്ള ഒരു 10 മണിക്കൂറിൽ പ്രവർത്തിക്കുമ്പോഴത്തേക്ക് ഏകദേശം 5000 ലിറ്റർ വെള്ളം നമുക്ക് ശുദ്ധീകരിച്ച് കിട്ടുമ്പോൾ ഒരു 10,000-2,500 രൂപയോളം ഒരു ദിവസം നമുക്ക് ഇതിലേക്ക് നമുക്ക് കിട്ടും. അപ്പൊ അത് പരമാവധി നമുക്ക് ഇത് നമ്മളുടെ ഒരു സ്ഥാപനമാണ്, നമ്മുടെ ഒരു പ്രസ്ഥാനമാണ്, നമുക്ക് കുടിവെള്ളം നൽകുന്ന വലിയൊരു പ്രസ്ഥാനമാണെന്നുള്ള കാഴ്ചപ്പാടോടുകൂടി ഇതിനെ നിലനിർത്താനായിട്ടുള്ള ഒരു സഹകരണം നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്നുണ്ടാകും. നീലംപേരൂർ ഗ്രാമപഞ്ചായത്തിലെ തൊഴിൽ രഹിത വേതനം വാങ്ങുന്ന ഗുണഭോക്താക്കൾ ആവശ്യമായ രേഖകൾ സഹിതം സെപ്റ്റംബർ 3-4 തീയതികളിൽ പഞ്ചായത്ത് ഓഫീസിൽ നേരിട്ടെത്തി വേതനം കൈപ്പറ്റണമെന്ന് സെക്രട്ടറി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. നെടുമുടി ഗ്രാമപഞ്ചായത്ത് ADSന്റെ 16ാമത് വാർഷികവും സ്ത്രീ ശാക്തീകരണ ഐക്യസമ്മേളന റാലിയും നടന്നു. വാർഷികത്തോടനുബന്ധിച്ച് നടന്ന ഐക്യ സന്ദേശ റാലി തൈച്ചേരി പാലത്തിന് സമീപത്തു നിന്നും ആരംഭിച്ച് NSS കരയോഗ മന്ദിരം ഹാളിൽ സമാപിച്ചു. തുടർന്ന് നടന്ന സമ്മേളനം വാർഡ് മെമ്പർ AV മുരളി ഉദ്ഘാടനം ചെയ്തു. നാം എല്ലാ പരിപാടികളും മാറ്റിവെച്ച് ഇവിടെ എത്തുക എന്ന് പറയുന്നതിന്റെ അർത്ഥം തന്നെ നമ്മൾ ഈ പ്രവർത്തനങ്ങളെ ആകെ വിലയിരുത്തി അടുത്ത ഘട്ടത്തിലേക്ക്, അടുത്ത വർഷ പ്രവർത്തനത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയാണ്. എന്തെങ്കിലും പിഴവുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ പരിശോധിച്ച് അത് പരിഹരിച്ച് കൂടുതൽ കരുത്തോടെ കുടുംബശ്രീ പ്രസ്ഥാനം ലക്ഷ്യമെത്തുന്നതിന്റെ അതിന്റെ അർത്ഥത്തിലും വ്യാപ്തിയിലും നിന്നുകൊണ്ടും പ്രവർത്തിക്കുവാൻ വേണ്ടുന്ന പരിശ്രമമായിരിക്കണം വാർഷികാഘോഷം ഇവിടെ നടക്കുമ്പോൾ. നിങ്ങൾ ഓരോരുത്തരും തീരുമാനിച്ച് അത് നിർത്താറുണ്ട്, ഒരു പ്രതിജ്ഞ എന്ന രൂപത്തിൽ എടുത്ത് മടങ്ങിപ്പോകണം. കുടുംബശ്രീ പ്രസ്ഥാനത്തിന്റെ സവിശേഷ സാഹിത്യത്തെ സംബന്ധിച്ചതിന്റെ ആധികാരികം പറയാൻ ആളുകൾ നിർത്തിയിട്ടുണ്ട്. നമ്മുടെ ഒരു സെഷന്റെ പേര് തന്നെ കുടുംബശ്രീ പ്രസ്ഥാന സാമൂഹിക മാറ്റത്തിന് എന്നത് തന്നെയാണ്. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ യശോദ സുകുമാരൻ മുഖ്യ പ്രഭാഷണം നടത്തി. PV വിനോദ്, NK ബിനു, ബിനു വി ചന്ദ്രൻ, AS മാത്യു തൈച്ചേരി, KG മോഹനൻപിള്ള, ജയശ്രീ, ES ശശികുമാർ തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു. തായങ്കരി സെന്റ് ആന്റണീസ് ദേവാലയത്തിന്റെ ശതോത്തര സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സൌജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി.
ചാസ് തായങ്കരി യൂണിറ്റിന്റെയും അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയുടെ നേതൃത്വത്തിലാണ് സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് നടത്തിയത്. ചങ്ങനാശ്ശേരി അഹല്യ ഫൗണ്ടേഷന്റെയും തായങ്കരി ചാസ് യൂണിറ്റിന്റെയും നേതൃത്വത്തിൽ ഈ ക്യാമ്പ് വളരെ ഫലപ്രദമായി ഇവിടെ നടക്കുകയാണ്. നൂറുകണക്കിന് ആളുകൾ ഇതിൽ ഇപ്പോൾ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഏവർക്കും വളരെയധികം പ്രയോജനപ്പെടുന്ന ഒന്നാണിത്. തുടർന്ന് ഞങ്ങൾ ഇന്ന് കുട്ടനാടിനെ ഏറ്റവും ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ക്യാൻസർ എന്ന മാരക വിപത്തിനെ പറ്റിയുള്ള ബോധവൽക്കരണവും അതിന്റെ ക്യാൻസർ നിർണയവും ഉൾപ്പെടുന്ന ഒരു ക്യാമ്പ് നടത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അത് നവംബർ 15-ാം തീയതിയോടുകൂടി ഞങ്ങൾ നടത്തുന്നതുമാണ്. ഇന്ന് അങ്ങനെ സമകാലീനമായ പ്രശ്നങ്ങളെ നേരിട്ടറിഞ്ഞ് അതിന് പരിഹാരം കണ്ടെത്തുവാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ സംഘടിപ്പിക്കുക. സെന്റ് ആന്റണീസ് പാരിഷ് ഹാളിൽ ശനിയാഴ്ച നടന്ന ക്യാമ്പിന് ചങ്ങനാശ്ശേരി അഹല്യ കണ്ണാശുപത്രിയിലെ വിദഗ്ധ ഡോക്ടർമാരും ടെക്നീഷ്യന്മാരും നേതൃത്വം നൽകി. സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പിൽ നിരവധി ആൾക്കാർ പങ്കെടുത്തു. ചങ്ങനാശ്ശേരി അസംഷൻ കോളേജിൽ UGC ധനസഹായത്തോടെ മലയാളം ജേർണലിസം വിഭാഗത്തിൽ സെപ്റ്റംബർ 2, 3, 4 തീയതികളിൽ ദേശീയ മാധ്യമ സെമിനാർ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സെപ്റ്റംബർ 2 നടക്കുന്ന സമ്മേളനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ MG യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജേർണലിസം ഡയറക്ടർ പ്രൊഫസർ മാടവന ബാലകൃഷ്ണപിള്ള മുഖ്യ പ്രഭാഷണം നടത്തും. ചടങ്ങിൽ CF തോമസ് MLA, മുനിസിപ്പൽ ചെയർപേഴ്സൺ സ്മിത ജയകുമാർ തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുക്കും. സെപ്റ്റംബർ 3 മാധ്യമങ്ങൾ സാമൂഹിക മാറ്റത്തിന്റെ ചാലക ശക്തികൾ എന്ന വിഷയത്തിൽ സംവാദം നടക്കും. മുഖ്യ പ്രഭാഷണം ആദ്യത്തെ ദിവസം നടത്തുന്നത് MG യൂണിവേഴ്സിറ്റിയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജേർണലിസം ഡയറക്ടർ പ്രൊഫസർ അഡ്വക്കേറ്റ് മാധവൻ ബാലകൃഷ്ണപിള്ളയാണ്. എല്ലാ കോളേജുകളിൽ നിന്നുള്ള ഭാഗഭാഗിത്വം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ മാധ്യമങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും വളരെ പ്രാധാന്യം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഈ വിഷയം വളരെ പ്രാധാന്യമുള്ളതാണെന്ന് ഞങ്ങൾ കരുതുകയാണ്. സമാപന ദിവസമായ സെപ്റ്റംബർ 4 പ്രബന്ധാവതരണങ്ങൾ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. SBT ചമ്പക്കുളം ശാഖ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ജീവനക്കാരുടെ കുടുംബ സംഗമം നടന്നു. ശാഖാ ഹാളിൽ നടന്ന പരിപാടി SB കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ജേക്കബ് തോമസ് ഉദ്ഘാടനം ചെയ്തു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ നാട്ടിലെ ജനങ്ങൾക്ക് ചെയ്യുന്ന സേവനം എത്ര ശ്ലാഘിച്ചാലും മതിയാവില്ല. നമ്മുടെ ഈ കാലത്ത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് പറയാറുണ്ട്, സാമൂഹിക പ്രതിബദ്ധതയെക്കുറിച്ച് പറയാറുണ്ട്. കമ്പനികളൊക്കെ ലാഭമുണ്ടാക്കാൻ വേണ്ടിയാണെങ്കിൽ കൂടി സാമൂഹിക പ്രതിബദ്ധത കൂടി ഉണ്ടാവേണ്ടതാണ് എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് കുറച്ചു നാളെയായുള്ളൂ. പക്ഷേ എത്രയോ വർഷം മുമ്പ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ഈ രംഗത്തേക്ക് കടന്നു വന്നു. ബാങ്കിംഗ് മേഖലയിൽ പ്രവർത്തിക്കുമ്പോഴും ഒരു കമ്പനിയായിട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ നിലകൊള്ളുമ്പോഴും അടിസ്ഥാനപരമായിട്ട് ലാഭമുണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോട് തന്നെയാണ് മുന്നേറുന്നതെങ്കിലും സമൂഹത്തിനെ മറന്നുകൊണ്ടല്ല സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ പ്രവർത്തിച്ചത്, വർഷങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നാം ഓർക്കണം. ഇവിടുത്തെ കർഷകരോട് ചോദിച്ചാൽ അറിയാം. AGM ജിജി കോശി ജോർജ് അധ്യക്ഷത വഹിച്ചു. കുട്ടനാട് ഫാർമേഴ്സ് ക്ലബ്ബ് പ്രസിഡന്റ് ജോസി കുര്യൻ, S വിജയൻ, തോമസ് വർഗീസ്, ശാന്തകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിൽ ആദ്യകാല ജീവനക്കാരെ ആദരിക്കലും നടന്നു. കുട്ടനാട് SNDP യൂത്ത് മൂവ്മെന്റ് നേതൃത്വത്തിൽ നേതൃസംഗമവും പഠന ക്ലാസും സംഘടിപ്പിക്കുന്നു. ഞായറാഴ്ച 9:30 പൊങ്ങ ഗുരുമന്ദിരം ഹാളിൽ നടക്കുന്ന പഠന ക്ലാസ് SNDP കുട്ടനാട് യൂണിയൻ പ്രസിഡന്റ് PP മധുസൂദനൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അഴിമതി ആരോപണത്തിൽ ജലഗതാഗത വകുപ്പും ബോട്ട് എഞ്ചിൻ ലേലത്തിലെ അഴിമതി അന്വേഷിക്കാൻ ഫിനാൻസ് വിഭാഗത്തെ ചുമതലപ്പെടുത്തി ജില്ലാ വികസന യോഗത്തിൽ തീരുമാനം. ആധാരം തിരികെ നൽകിയില്ല. MLAയുടെ നേതൃത്വത്തിൽ കുടുംബശ്രീ പ്രവർത്തകരുടെ കുത്തിയിരിപ്പ് സമരം.
UDF ജില്ലാ ചെയർമാൻ എം മുരളിയുടെ പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധവുമായി കേരള NGO യൂണിയൻ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.